Good evening, everyone. When I am standing here in front of you, it takes me back to 36 years when I started my profession as an air traffic controller. 36 വർഷം മുമ്പ് ഞാൻ എൻ്റെ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു സദസ്സിലിരുന്ന് ഒരുപാട് ഡ്രീംസും ഒരുപാട് എക്സ്പെക്റ്റേഷൻസും ഒക്കെ ആയിട്ട് ഇരുന്ന സമയമുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തു വന്ന ഈ ഫീൽഡ് എയർ ട്രാഫിക് കൺട്രോളർ വളരെ റെയറായിട്ട് കേൾക്കുന്നൊരു പേരാണ്. സാധാരണക്കാർക്കൊന്നും അറിയില്ല എന്താണ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് കേൾക്കുന്നത് വല്ല ഫ്ലൈറ്റ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നടക്കുമ്പോൾ സാധാരണ ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട് അല്ലേ, എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് എയർ ട്രാഫിക് കൺട്രോൾ. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് റോഡ് ട്രാഫിക് കൺട്രോൾ അല്ലേ, റോഡിലെ സർഫസ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, സിഗ്നൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെയൊക്കെയാണ്. നമ്മുടെ ജോലി ചെയ്യുന്നത് നമ്മുടെ സൗണ്ടിലൂടെയാണ്. എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബിറ്റ്വീൻ പൈലറ്റ്സ് ആൻഡ് ദ കൺട്രോളർ. ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിനകത്ത് സാധാരണ നിങ്ങളുടെ ഫീൽഡിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആവാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ക്യാൻ സി. എൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു എയർ ട്രാഫിക് കൺട്രോളിൻ്റെ കസ്റ്റമേഴ്സ് നമ്മൾ കാണുന്നില്ല, അവരുടെ വോയിസ് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ദൂരെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിലെ ഏതോ റഷ്യൻ പൈലറ്റ്സോ ജർമ്മൻ പൈലറ്റ്സോ അല്ലെങ്കിൽ ഫ്രഞ്ച് പൈലറ്റ്സോ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ. സോറി, ഐ ആം ടേക്കിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് യു അവെയർ ഓഫ് വാട്ട് ഈസ് ദിസ് പ്രൊഫഷൻ. അത് പറയാൻ കാരണം എയർ ട്രാഫിക് കൺട്രോളർ ഈസ് എ വെരി റയർ സ്പീഷീസ് ഇൻ ദിസ് വേൾഡ്. എസ്പെഷ്യലി ഞാൻ പൊന്നാനിയിൽ നിന്നാണ്, എൻ്റെ സ്ഥലം പൊന്നാനിയാണ്. ഈ പൊന്നാനിയിൽ ഞാനല്ലാതെ വേറൊരു എയർ ട്രാഫിക് കൺട്രോളർ ഇല്ല. ഈ പൊന്നാനി താലൂക്കിൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ വേറെ എയർ ട്രാഫിക് കൺട്രോളർ ഒന്നുമില്ല. കാരണം ഇന്ത്യയിൽ ആകെയുള്ള എയർ ട്രാഫിക് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ 5000+ ആണ്. വെറും 5000 മാത്രമേ എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ഉള്ളൂ. അതിലൊരാളാണ് ഞാൻ. ഞാനിപ്പോൾ റിട്ടയർ ആയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഞാൻ പല എയർപോർട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ജോലി ചെയ്തത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ റയറായിട്ടുള്ള ഈ പ്രൊഫഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് മൈ എയിം. ഓക്കെ, ഈ പ്രൊഫഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ ഇതേപ്പറ്റി അറിയണം. ഇതിന് കാര്യമായിട്ടുള്ള ഭയങ്കര വലിയ എഡ്യൂക്കേഷനോ ഒന്നും വേണ്ട. ഇതിന് വെറും ഡിഗ്രി മാത്രം മതി. ഫിസിക്സിലും മാത്സിലും ഡിഗ്രി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ MSc. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഞാൻ MSc ഇൻ മാത്തമാറ്റിക്സ് ആണ്. എൻ്റെ ആഗ്രഹം ഒരു ലെക്ചറാവുക, ഒരു ടീച്ചറാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. യു നോ, ഫോർ എവറി സക്സസ് ദർ ഇസ് എ ലേഡി ബിഹൈൻഡ് എന്ന് പറയാറില്ലേ നമ്മൾ. എല്ലാ വിജയത്തിനു ബാക്കിലും ഒരു സ്ത്രീയുടെ പ്രസൻസ് കാണും. എൻ്റെ ഭാര്യയാണ് എന്നെ ഈ ജോബിലേക്ക് നയിച്ചത്. ഞാൻ ഒരു ടീച്ചറാവണം, എൻ്റെ ഫാദർ ഒരു ടീച്ചറായിരുന്നു. ഒരു ടീച്ചറാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലപ്പോഴും അതിനു വേണ്ടി ട്രൈ ചെയ്തു. പല സ്കൂളുകളിലും പാരലൽ കോളേജുകളിലും. അവസാനം പൊന്നാനി MES കോളേജിൽ ഞാൻ 3-4 മാസം ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ന്യൂസ് പേപ്പറിൽ വന്നൊരു അഡ്വർടൈസ്മെൻ്റാണ് എൻ്റെ ഭാര്യ എനിക്ക് കാണിച്ചു തരുന്നത്. ഫിസിക്സും മാത്സും പഠിച്ചവർ എയറോഡ്രോം ഓഫീസറാകാം എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് മലയാള മനോരമ പേപ്പറിൽ. ഫിസിക്സും മാത്സും പഠിച്ചവർക്ക് എയറോഡ്രോം ഓഫീസറാകാം. ഞാൻ ഉടനെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ ലെക്ചർ പോസ്റ്റിലൊക്കെ മറന്നു കളാം, നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുത്തിച്ചു, അപ്ലൈ ചെയ്തു. റിട്ടൺ എക്സാം
ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു റിട്ടേൺ എക്സാം. അൽഹംദുലില്ലാ അത് പാസ്സായി. പിന്നെ ഇൻ്റർവ്യൂ ചെന്നൈ വെച്ചായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. മാത്സ്, ഫിസിക്സ് ഓർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ഈസ് ദ വൺ ഓഫ് ദ വെൽ പെയ്ഡ് പ്രൊഫഷൻ ഇൻ ഇന്ത്യ. വെൽ പെയ്ഡ് പ്രൊഫഷൻ. Just like pilots, you can compare with the pilots. The salary and emoluments almost same as pilots. Okay, അതുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പഠിക്കുന്ന പിള്ളേരോ എൻജിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരോ ഉണ്ടെങ്കിൽ അവരെ ഈ ജോബിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പോൾ അന്നൊക്കെ എയറോഡ്രോം ഓഫീസർ എന്ന് പറഞ്ഞായിരുന്നു അഡ്വർടൈസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേര്. ഇത് റിക്രൂട്ട് ചെയ്യുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പബ്ലിക് അണ്ടർടേക്കിംഗ്, സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് അണ്ടർടേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ജോബിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് നോക്കുക. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജോബിൽ കയറുന്നതിന് ഏകദേശം ഒരു 36 വർഷമായി. 36 വർഷം, അതായത് 1990 ഞാൻ ഈ പ്രൊഫഷനിൽ കയറുന്നത്. ഈ പ്രൊഫഷനിൽ കയറിയ ഉടനെ എന്നെ അവർ UP ഉത്തർപ്രദേശിൽ അലഹാബാദ്, ഇന്നത്തെ പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്ന അലഹാബാദിൽ സിവിൽ ഏവിയേഷൻ ട്രെയിനിങ് കോളേജ്, അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ്. ഒരു വർഷം ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. കാരണം ഈ ജോബ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആർക്കും അറിയാത്തൊരു ജോബാണ്. എന്ത് പഠിച്ചാലും ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന ജോബ് ഇറ്റ്സ് എ ന്യൂ പ്രൊഫഷൻ ഓൾ ടുഗെദർ. ഓക്കെ, അപ്പോൾ അതിന് സിവിയർ ട്രെയിനിങ് ആവശ്യമാണ്. ലോട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ് ഈസ് ഇൻവോൾവ്ഡ്. ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ ആയിരങ്ങളുടെ ജീവനാണ് നഷ്ടം സംഭവിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും, ആകാശം ഇങ്ങനെ പരന്ന് കിടക്കല്ലേ, എന്തിനാണ് ഈ എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ആവശ്യം? 1998 എയർ ട്രാഫിക് കൺട്രോളേഴ്സിനൊരു പണിമുടക്ക് നടന്നു. എന്തോ ഒരു ഇഷ്യൂ കാരണം എല്ലാവരും പണിമുടക്കി. ഒരു വിമാനം പോലും ആകാശത്ത് പറന്നിട്ടില്ല. 3-4 ദിവസം എല്ലാ എയർപോർട്ടും ക്ലോസ് ചെയ്തു. ഇപ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ ഞാനും ധരിച്ചു വെച്ചിരുന്നത് അക്കാലത്ത്. ഒരു എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഒരു ഫ്ലൈറ്റിൽ ഒരു പൈലറ്റ് കയറുക, ആ പൈലറ്റ് കണ്ട് പറപ്പിക്കുക, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, ദുബായി പോകണോ അബുദാബി പോകണോ അവിടെ പോയി ഇറങ്ങുക എന്നാണ് ഞാനും ധരിച്ചു വെച്ചത്. പിന്നീടാണ് മനസ്സിലായത്, ഒരു എയർ ട്രാഫിക് കൺട്രോളിലില്ലാതെ ഒരു പൈലറ്റിന് പറപ്പിക്കാൻ പറ്റില്ല. ഹീ നോസ് ഫ്ലൈയിങ്, അയാൾക്ക് പറപ്പിക്കാൻ അറിയാം, പക്ഷേ അയാൾക്ക് അയാളുടെ ഫ്ലൈറ്റിനെ പറ്റി മാത്രമേ അറിയുള്ളൂ. വേറൊരു ഫ്ലൈറ്റിനെ പറ്റി അയാൾക്ക് വിവരമില്ല. അയാളുടെ ഫ്ലൈറ്റും അതിൻ്റെ ആ കോക്പിറ്റും കാര്യങ്ങളും ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾക്കറിയില്ല, ആ പൈലറ്റിന് അറിയില്ല. അതറിയുന്നത് ആർക്കാണ്? ഒരു എയർ ട്രാഫിക് കൺട്രോൾക്കാണ് അറിയാം. ഈ എയർ ട്രാഫിക് കൺട്രോളുടെ കയ്യിൽ എല്ലാ ഫ്ലൈറ്റിൻ്റെയും ഇൻഫർമേഷൻ കാണും. ഏതൊക്കെ ഫ്ലൈറ്റ് ഏതൊക്കെ ഹൈറ്റിൽ ഏതൊക്കെ സ്പീഡിൽ എവിടെയൊക്കെ പറക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോകത്തുള്ള എല്ലാ എയർപോർട്ടുകളുമായിട്ടും ബന്ധിച്ച ഒരു നെറ്റ്വർക്ക് എപ്പോഴും ഒരു എയർ ട്രാഫിക് കൺട്രോളിലുണ്ടാവും. അമേരിക്കയിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമുക്ക് ആ ഇൻഫർമേഷൻ, ഒരു എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ആ ഇൻഫർമേഷൻ കിട്ടും. അത് എത്ര സമയത്താണ് നിങ്ങളുടെ ഏരിയയിൽ കയറുക ആ ഫ്ലൈറ്റ്, ആ ഇൻഫർമേഷൻ കയ്യിലുണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ മറ്റുള്ള ഫ്ലൈറ്റുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രൊഫഷൻ, ഭയങ്കര കോൺസെൻട്രേഷൻ. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ബോഡി. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളർ ഫോളോ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള 2 ജോബാണ് അവർ കണ്ടുപിടിച്ചത്. ഒന്ന് ന്യൂറോ സർജൻ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണോ അത്ര സ്ട്രെസ്ഫുള്ളാണ് ഒരു എയർ ട്രാഫിക് കൺട്രോളറുടെ ജോബ്. മനസ്സിലായി? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക്, ഇപ്പോൾ കൊച്ചി കാലിക്കറ്റ് എയർപോർട്ടുകളിൽ നമുക്കറിയാം, ഒരു മണിക്കൂറിൽ 2, 3 അല്ലെങ്കിൽ 4 ഫ്ലൈറ്റുകൾ മാത്രമേ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഉള്ളത്.
ബിസി എയർപോർട്ടുകളിൽ, ഇപ്പോൾ ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ, കൽക്കട്ട എയർപോർട്ടുകളിൽ ഓരോ മിനിറ്റിലും ഓരോ ഫ്ലൈറ്റാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നത്. ഒരേ സമയം 30-40 ഫ്ലൈറ്റുകളെ കൺട്രോൾ ചെയ്യണം ഒരു കൺട്രോളർക്ക്. അപ്പോൾ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ റഡാർ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഓരോ ഫ്ലൈറ്റിനെയും നോക്കി അതിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യണം, അതിൻ്റെ സ്പീഡ് കൊടുക്കണം, അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഒരു ഫ്ലൈറ്റ് സേഫായിട്ട് മറ്റൊരു എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്പീഡ്, ഏത് സ്പീഡിൽ ആ എയർക്രാഫ്റ്റ് പറക്കണം, ആ പ്ലെയിൻ ഏത് സ്പീഡിൽ പറക്കണം, ഏത് ഡയറക്ഷനിൽ പോകണം, ഏത് ഹൈറ്റിൽ പറക്കണം. കാരണം ഒരു ഹൈറ്റ് നമ്മൾ അലോട്ട് ചെയ്യുമ്പോൾ ആ ഹൈറ്റിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും 1000 അടി വ്യത്യാസത്തിലാണ് നമ്മൾ ഫ്ലൈറ്റുകളെ അലോട്ട് ചെയ്യുന്നത്, ഹൈറ്റുകൾ. എങ്കിൽ മാത്രമേ സേഫായിട്ട് ഫ്ലൈറ്റിന് പറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ജോബിൻ്റെ ഇൻട്രിക്കസീസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് കോൺസെൻട്രേഷനും ഒരുപാട് ഫോക്കസിങ്ങും ആവശ്യമുള്ള ജോബാണ് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ജോബ്. നിങ്ങളുടെ പിള്ളേരെ ഈ ജോബിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക. ഇറ്റ്സ് വെരി ഗുഡ് പ്രൊഫഷൻ, വെരി നൈസ് പ്രൊഫഷൻ. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാം. ഇതൊരു പ്രൊഫഷനാണ്. നിങ്ങളെല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ട് അല്ലേ? എല്ലാ പ്രൊഫഷനും. ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അലഹാബാദിൽ 1 വർഷം ട്രെയിനിങ്. ആ ട്രെയിനിങ് കഴിഞ്ഞ് ഇതുപോലെയുള്ള ഒരു ഫങ്ഷനിൽ എന്നെ അഡ്രസ്സ് ചെയ്തത് അന്നുണ്ടായിരുന്ന എയർഫോഴ്സ് ചീഫ് SK മെഹ്റ എന്നാണ് എൻ്റെ ഓർമ്മ. എയർഫോഴ്സ് ചീഫ്. അദ്ദേഹം ആ ഫങ്ഷൻ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും അതൊരു റിയാലിറ്റി കൂടിയാണ്. അത് ഞാൻ ഇപ്പോഴും ഐ ക്യാരി ഫോർവേഡ് ടു എൻറ്റയർ മൈ പ്രൊഫഷൻ. ഐ ക്യാരിഡ് ഫോർവേഡ് ടു എൻറ്റയർ മൈ പ്രൊഫഷൻ. 3 കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ 250 പേരാണ് അന്ന് ആ സെറിമണിയിൽ. അതൊരു ഇതുപോലെ ഗ്രാജുവേഷൻ സെറിമണി അല്ല, അതൊരു ലൈസൻസ് അവാർഡിംഗ് സെറിമണി. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ലൈസൻസ് അവാർഡിംഗ് സെറിമണി. ആ അവാർഡിംഗ് സെറിമണിയിൽ ഇതുപോലെ ഭയങ്കര ഹൈഫൈ ഇത്ര ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ ആയിരുന്നില്ല. അക്കാലത്ത് അങ്ങനെയുള്ളൊരു ഫങ്ഷനൊന്നും നടക്കാറില്ല. ആ സിവിൽ ഏവിയേഷൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എല്ലാവരെയും പല എയർപോർട്ടുകളിലായിട്ട് പോസ്റ്റ് ചെയ്തു. എനിക്ക് ആദ്യം കിട്ടിയത് ബോംബെയാണ്. എൻ്റെ കൂടെ ഉള്ളവർ ഡൽഹി പോയിട്ട് പോസ്റ്റ് ചെയ്തവരുണ്ട്, ബോംബെയിൽ നിന്ന് ഡൽഹി, ചെന്നൈ, കൽക്കട്ട, അങ്ങനെ പല എയർപോർട്ടുകളിൽ പോസ്റ്റ് ചെയ്തവരുണ്ട്. ആ ഫങ്ഷനിൽ ഞങ്ങളോട് ആ എയർഫോഴ്സ് ചീഫ്, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 36 വർഷമായി. അന്ന് തന്നെ അയാൾ ഭയങ്കര കുറച്ച് ഏജ്ഡ് ആയിരുന്നു അന്ന് തന്നെ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾ, അതിപ്പോൾ നമ്മുടെ പ്രീവിയസ് സ്പീക്കേഴ്സ് എല്ലാം ഇവിടെ പറഞ്ഞു. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന്, നിങ്ങളുടെ നോളജ്. ഈ നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഏതൊരു കാര്യത്തിനും. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി. ഈ ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെരി ബേസിക് നോളജ് ഇൻ യുവർ പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, ഐ വിൽ കണ്ടിന്യൂ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് തന്ന ആ ഒരു അഡ്വൈസ്, നിങ്ങൾ ഏത് പ്രൊഫഷനാണെങ്കിലും, വെദർ യു ആർ എൻ ഒപ്ട്രോമെട്രിസ്റ്റ് ഓർ യു ആർ എ ഡോക്ടർ or an engineer, for every profession, these are the 3 things you should carry forward. One is, in short we call it as KSA. K stands for knowledge, S stands for skill, A stands for attitude. നോളജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുക്കിലൂടെയും ഇപ്പോഴത്തെ കാലത്ത് ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നോളജ്. സ്കിൽ എന്ന് പറഞ്ഞാലോ, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് യുവർ നോളജ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, നിങ്ങൾ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യും, അതാണ് നിങ്ങളുടെ സ്കിൽ. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ ലഭിക്കും. നോളജ് ആൻഡ് സ്കിൽ, ഇത് 2ഉം നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ ലഭിക്കും. പക്ഷെ 3-മത്തെ ഒരു കാര്യമുണ്ട്, ആറ്റിറ്റ്യൂഡ്.
അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ പ്രൊഫഷനിൽ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫഷനിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ആറ്റിറ്റ്യൂഡ്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ MD and CEO സലാഹുദ്ദീൻ ഡോക്ടറോട് പറഞ്ഞു, ആറ്റിറ്റ്യൂഡ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നോളജോ എത്ര സ്കില്ലും ഉണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല ഒരിക്കലും. അദ്ദേഹം വന്ന് അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാവാത്തടത്തോളം കാലം നിങ്ങൾ ഏത് പ്രൊഫഷനിൽ പോയാലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. എന്താണ് ഈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സം ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഓർ യുവർ ബിഹേവിയർ ടു യുവർ കസ്റ്റമേഴ്സ്, ടു യുവർ കൊളീഗ്സ്, ടു യുവർ സീനിയേഴ്സ്, ടു യുവർ ജൂനിയേഴ്സ്. അവരോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്? നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് എത്ര നോളജും എത്ര സ്കില്ലും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ അറഗൻറ്റ് ആണെങ്കിൽ നിങ്ങൾ അട്ടർ ഫെയിലിയർ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫഷനിൽ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഹാസ് എ വെരി ഗുഡ് റോൾ ഇൻ യുവർ പ്രൊഫഷൻ. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡിസിപ്ലിൻ. വാട്ട് ഈസ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ യുവർ പങ്ക്ച്വാലിറ്റി. നിങ്ങളുടെ ഡ്യൂട്ടി 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 minutes ബിഫോർ യു ഷുഡ് ബി ദർ അറ്റ് യുവർ ഓഫീസ്. 5 മണിക്കാണ് നിങ്ങളുടെ ജോബ് കഴിയുന്നതെങ്കിൽ യു ഡോണ്ട് ഡിപ്പാർട്ട് ഫ്രം ദിസ് ഓഫീസ് ബിഫോർ 5 o'clock. ഇറ്റ് കുഡ് ബി 5:10, 5:20, 5:30 and so on. This is called punctuality. This is highly disciplined, something which you have to acquire, discipline. Okay, this punctuality. And your next one is your empathy. Your empathy to your customers, to your colleagues, to your seniors, to your employers. Okay, എങ്ങനെ നിങ്ങൾക്ക് നല്ല നിലക്ക് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആ ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്നത് നിങ്ങളുടെ ഡിസിപ്ലിനിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഏതൊരു ഓർഗനൈസേഷൻ്റെ സക്സസ് നോക്കിയാലും അവിടുത്തെ എംപ്ലോയീസാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, അത് നല്ല ഹോസ്പിറ്റലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഡിസിപ്ലിനാണ് അവിടെ കാണിക്കുന്നത്. അത് പ്രൊഫഷണൽ അപ്രോച്ച്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഇല്ലാതെ, ട്രൂ പ്രൊഫഷണൽ അപ്രോച്ച് ഇല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സക്സീഡ് ചെയ്യാൻ പറ്റില്ല ഇക്കാലത്ത്. ഇവിടെ ഒരുപാട് ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന കാലമാണ് അല്ലേ? നേരത്തെ ഇവിടെ പല സ്പീക്കേഴ്സും പറഞ്ഞു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അത് ട്രൂ വേർഡാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആരാണോ ഇവിടെ ഫിറ്റ്, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആരാണോ അവർക്ക് മാത്രമേ ഇവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ എവിടെ പോസ്റ്റിംഗ് കിട്ടിപ്പോയി കഴിഞ്ഞാലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം. നിങ്ങളുടെ ക്യാരക്ടറിലൂടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൂടെ അത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരാൾ നിങ്ങളുടെ പ്രൊഫഷണൽ അപ്രോച്ച് കണ്ടിട്ട് പറയണം, ഓക്കെ, ഹീ സ്റ്റഡീഡ് ഇൻ ദ റെയ്ഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി എന്ന് അവർക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം. അത്രയും ഡിസിപ്ലിൻഡ് ആയിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ്, സമയം വിൽ നോട്ട് പെർമിറ്റ് ടു ഗോ ത്രൂ ഓൾ ദ പാരാമീറ്റേഴ്സ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഒരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ആസ് എ ടീം ലീഡർ നിങ്ങൾക്ക് ഹൗ യു ഫിറ്റ് ഇൻ ടു എ ടീം. നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത് ആസ് എ ടീം അല്ലേ? ആ ടീമിൽ നിങ്ങൾ എങ്ങനെയാണ് ഫിറ്റായി പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള ടീം മെമ്പേഴ്സായിട്ടുള്ള നിങ്ങളുടെ അപ്രോച്ച്? നിങ്ങളുടെ ആബ്സെൻസ്, ഒരു ദിവസം നിങ്ങൾ ആബ്സെൻ്റ് ആണെങ്കിൽ ആ ആബ്സെൻസ് അവിടെ ഫീൽ ചെയ്യണം. അതാണ് നിങ്ങളുടെ അപ്രോച്ച്. മനസ്സിലായോ? നിങ്ങളൊരു ദിവസം ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റുള്ള കൊളീഗ്സ് പറയണം, ഓ ഇന്ന് വന്നില്ല, അതിൻ്റെ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ള അങ്ങനെയുള്ള ഒരു കമൻറ്റ് അവരെ ഭാഗത്ത് നിന്ന് കിട്ടണം. അതായിരിക്കണം നിങ്ങളുടെ മറ്റുള്ള കൊളീഗ്സുമായിട്ടും മറ്റുള്ള സീനിയേഴ്സുമായിട്ടും ഉള്ള അപ്രോച്ച്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ
നിങ്ങൾ ഹൗ യു ആർ കോസ്റ്റ് ഇഫക്റ്റീവ്. ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും കോസ്റ്റ് ഇഫക്റ്റീവ്, എങ്ങനെ നിങ്ങൾക്ക് ചിലവ് ചുരുക്കാം, ഒരു ഓർഗനൈസേഷനിൽ വരുന്ന എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് എങ്ങനെ ചുരുക്കാം, അതൊരു ഫാക്ടറാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളൊരു ഒപ്റ്റോമെട്രിസ്റ്റോ അല്ലെങ്കിൽ ഇതേ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു കോസ്റ്റ്, ടീം ലീഡർഷിപ്പ്, ഒരു ടീമിൽ നിങ്ങൾ എങ്ങനെ ജോലി ചെയ്യാം. പിന്നെയുള്ളത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ആട്രിബ്യൂട്ടൽ പാരാമീറ്ററാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുന്നത് എങ്ങനെയാണ്. മനസ്സിലായോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിച്ചിറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ സ്പ്രെഡ് ചെയ്യാം. ദാറ്റ് വിൽ ഇംപ്രൂവ്, ദാറ്റ് വിൽ അപ്ലിഫ്റ്റ് യുവർ ഓർഗനൈസേഷൻ. ഇങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ്, ഐ കാൺ ലിസ്റ്റ് ഈച്ച് ആൻഡ് എവറിത്തിങ് നൗ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജോബിലാണ്, ഏതൊരു പ്രൊഫഷനാണെങ്കിലും ഈ 3 കാര്യങ്ങൾ, നോളജ്, ദർ ഇസ് നോ എൻഡ് ഇൻ അക്വയറിങ് നോളജ്. ഈവൻ നിങ്ങളുടെ ജൂനിയേഴ്സിൽ നിന്ന് വരെ നിങ്ങൾക്ക് നോളജ് അക്വയർ ചെയ്യാം. എത്ര നോളജ് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും ഹ്യൂമിലിറ്റി നിങ്ങളിൽ ഉണ്ടാകും. ആ താഴ്മത, എത്രത്തോളം നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നോ അത്രത്തോളം ഹ്യൂമിലിറ്റി നിങ്ങൾക്കുണ്ടാവും. ആ ഹ്യൂമിലിറ്റിയിലൂടെയാണ് നിങ്ങളുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ കോപ്പറേഷൻ, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷനിലും കൊണ്ട് നടന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫഷനെ മറ്റുള്ള ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. ഈ ട്രൂ പ്രൊഫഷണൽ എന്ന് പറയുന്നത് സ്വന്തം നൽകുന്ന പേരല്ല, അങ്ങനെയുള്ളതല്ല. മറ്റുള്ളവരാണ് ട്രൂ പ്രൊഫഷണലാണോ അല്ലേ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ലാബൽ you give yourself, but somebody else should say, okay, he is a true professional. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ എവിടേക്കോ നിങ്ങൾ പോകുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. നിങ്ങളുടെ പ്രൊഫഷൻ അത്രത്തോളം നിങ്ങൾ കാത്തുരക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ അഡ്വൈസ് ഉപദേശിക്കുന്നു. ഗുഡ് എവരിത്തിങ്.